നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 കിഡിലൻ റെസിപ്പികളായിട്ടൊന്ന് കാണിക്കുന്നത്. ഒന്ന് നമുക്കൊരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. പിന്നെ നമുക്കൊരു ഇഫ്താർ സമയത്തും അല്ലാതെ വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ മാങ്ങക്ക് പകരമായിട്ട് മാംഗോ പൾപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മാങ്ങയും പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടെ നന്നായിട്ട് അടിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കി എടുക്കുന്നതാണ്. ഇത് നമുക്കിങ്ങനെ പാക്കറ്റായിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള പഴുത്ത മാങ്ങ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു 1.5 കപ്പോളം മാംഗോ പൾപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 1.5-2 കപ്പ് വരെ മാങ്ങ എടുത്താൽ മതി കേട്ടോ ഈ ഒരളവിലേക്ക്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ മധുരത്തിനനുസരിച്ചും മാങ്ങയുടെ മധുരത്തിനനുസരിച്ചൊക്കെ നമുക്ക് പഞ്ചസാരൻ്റെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത പാല് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കട്ടോ. മാങ്ങയും പാലൊക്കെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസായിട്ടുള്ള ഒരു ജ്യൂസ് അല്ല കേട്ടത്. ഈ ഒരു മാംഗോ മിക്സ് നല്ല കട്ടിയായിട്ട് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇങ്ങനെ ആയാലേ ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാംഗോ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/4 ഭാഗത്തോളാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഡ്രിങ്കിൽ കോൺഫ്ലേക്സ് ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനും കഴിക്കാനൊക്കെ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലാക്ക് റൈസിൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബദാം ഫ്ലേക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഡ്രിങ്കിന്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടെ മാംഗോ മിക്സ് ഒഴിച്ചു കൊടുക്കാം. 1/4 ഭാഗത്തോളം മാംഗോ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുകയാണ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മാംഗോ പീസും ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ആപ്പിൾ ഇല്ലെങ്കിൽ മാങ്ങ മാത്രം ഇട്ട് കൊടുത്താലും മതി. മാങ്ങ മാത്രമായാലും നല്ല ടേസ്റ്റ്. മാംഗോ പീസും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ 1 സ്കൂപ്പ് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീമും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഡ്രിങ്കിന്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് 4 പേർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു മാംഗോ മിക്സും ഫ്രൂട്ട്സും വെച്ചിട്ട് നമുക്ക് 4 പേർക്ക് കഴിക്കാനുള്ള അളവുണ്ട് ഇത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചും കൂടെ ഡ്രൈ ഫ്രൂട്ട്സും മാംഗോ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഈ ഒരു ചൂട് സമയത്താണെന്നുണ്ടെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ കുടിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് കുടിക്കാനും ഉണ്ടാവും കഴിക്കാനും ഉണ്ടാവും. നമുക്ക് വയറ് ഫുള്ളാവുകയും ചെയ്യും കേട്ടോ ഇതൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു മാങ്ങയുടെ സീസൺ കഴിയുന്നതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. ഇനി നമുക്ക് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കോഴിമുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. നല്ല പതിഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കോഴിമുട്ട ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അത് കോഴിമുട്ട ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കാൻ വെക്കാം. കാരണം ഇത് അത്ര സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ മിക്സാക്കി വരുമ്പോഴേക്കും എണ്ണ ചൂടായിട്ടുണ്ടാവും. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മളിതാ ഈ ഒരു മുട്ട അടിച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള വേണം, അല്ലെങ്കിൽ ചെറിയുള്ളി, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ചെറിയ സവാളയാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ സവാള ഉണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇത് കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണ്ട, എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു തേങ്ങാക്കൂട്ടും കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങയുടെ കൂട്ട് മുഴുവനായിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് വറുക്കാത്ത റവയായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വറുത്ത റവ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മുട്ടയും റവയും തേങ്ങയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്.
അപ്പോൾ റവ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലല്ല കേട്ടോ നമുക്കിത് വേണ്ടത്, കുറച്ചും കൂടെ ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേറെ ഒന്നും കൂടെ ലൂസായിട്ട് വേണം കേട്ടോ, എന്നാലേ നമുക്കിത് സ്നാക്സ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് കോരി ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഒരു മാവ് വേണ്ടതും. ഇതിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നിങ്ങൾ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കാം കേട്ടോ, ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷമാണ് നമ്മളിതിലേക്ക് ഓരോ സ്പൂണായിട്ട് മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ ഇത് കിട്ടും. അപ്പോൾ മാവ് ഇത് ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും, നമ്മൾ മാവ് ഇട്ട് കൊടുത്ത ശേഷം ഉടനെ തന്നെ ഇത് ഇളക്കരുത് കേട്ടോ. കാരണം റവ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാവ് ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് കുക്കായ ശേഷം മാത്രം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു സ്നാക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും കേട്ടോ. 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു സ്നാക്സിൽ എണ്ണ പിടിക്കൊന്നുമില്ല കേട്ടോ. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും വൈകുന്നേരം ചായക്കൊക്കെ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നമുക്ക് ചിക്കനും ബീഫും ഒന്നും യൂസ് ചെയ്യാതെ മുട്ടയും റവയും തേങ്ങയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ എല്ലാ ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാം. ഈ ഒരു സ്നാക്സ് ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്കും ഈ ഒരു സ്നാക്കും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അത്ര ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.